കേരള ഡിനി ഇവിടെ താങ്കൾ പറഞ്ഞ നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഒരു കാലത്ത് സമാധാനം പുലർന്നിരുന്ന ഒരു താഴ്വര എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പിന്നീട് അവിടെ ചില ചിത്രശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ തഴച്ചു വളരുകയും ആ രാജ്യത്തിൻ്റെ ഒരു വിഘടനവാദം അവിടെ മുഴക്കുകയും ചെയ്തു. ആ വിഘടനവാദം അവിടുത്തെ യുവത്വം ഏറ്റെടുക്കുകയും യുവത്വത്തെ ഈ പാകിസ്ഥാനിലുള്ള സംഘടനകളടക്കം എല്ലാ സഹായങ്ങളും നൽകി, പണവും ധനവും വേണ്ടതൊക്കെയും നൽകി വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിനല്ലേ അറുതി വന്നിരിക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിനല്ലേ അറുതി വന്നിരിക്കുന്നത്. 10 വർഷത്തിനു ശേഷം ജമ്മു കാശ്മീർ ജനാധിപത്യ രീതിയിലേക്ക് തിരികെ എത്തുമ്പോൾ, ജനാധിപത്യ രീതിയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നൽകുന്ന ആ ഒരു സ്വീകാര്യത അത് തന്നെയല്ലേ വ്യക്തമാക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ശ്രീ സുരേഷ്, എന്റെ ബഹുമാനപ്പെട്ട മുൻ കൊലീഗായിട്ടുള്ള അഡ്വക്കേറ്റ് സേനാപതി വേണുജി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷേഴ്സിന്റെ റോളും പാകിസ്ഥാന്റെ ഇവിടെ ഇപ്പം ടെററിസം ചെയ്യുന്ന റോളും പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. ചില കാര്യത്തിൽ എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഉണ്ട്. അത് കാരണം യെസ്, അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും എനിക്ക് തോന്നുന്നു 8 വർഷം കശ്മീരിലുണ്ടായിരുന്നു. അതിനകത്ത് 6 വർഷം കശ്മീർ താഴ്വരയിലും 2 വർഷം ലഡാക്കിലുമാണ്. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച്, നമ്മളിപ്പോ കശ്മീരിനെ കുറിച്ച് പറയുമ്പം ആർട്ടിക്കിൾ 370 എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കാട്ടി മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം പേഴ്സണാലിറ്റീസ് ഉണ്ട്. ആ പ്രശ്ന തുടക്കത്തിൽ തൊട്ടേ അതിനകത്ത് പണ്ഡിറ്റ് നെഹ്റു ഒരു വശത്തുണ്ട്, ഷെയ്ഖ് അബ്ദുള്ള വേറൊരു വശത്തുണ്ട്, അപ്പം രാജാ ഹരിസിംഗ് വേറൊരു വശത്തുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ വേറൊരു വശത്തുണ്ട്. അങ്ങനെ പല പല പേഴ്സണാലിറ്റീസിന്റെ ഒരു അന്നത്തെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ഭാരതം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിനകത്ത് കറക്റ്റാണ്. ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് അവർ വെട്ടിമുറിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എന്നാലിപ്പോ ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഹൈദരാബാദും ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള, പിന്നെ 1948 സെപ്റ്റംബറിലാണ് ഓപ്പറേഷൻ പോളോയിലൂടെ നമുക്ക് ഹൈദരാബാദിനെ ലിബറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കാം. അപ്പൊ അന്നത്തെ കാലത്ത് പല രാജ്യങ്ങളും ഇങ്ങനെ മാറി നിൽക്കണം എന്നുള്ള ഒരു ചില ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ കശ്മീരിനെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. അതായത് ഭാരതത്തെ സംബന്ധിച്ചോളം നമ്മൾ കൾച്ചറൽ മാത്രമല്ല സ്ട്രാറ്റജിക് ആയിട്ട് നോക്കിയാലും അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മാത്രമല്ല റഷ്യ പോലുള്ള അന്നത്തെ USSR പോലും കശ്മീരിന്റെ ഭാഗം അതിനകത്ത് ആര് വരും എന്നുള്ള ഒരു ധാരണ അവർക്കും ഉണ്ടായിരുന്നു. അപ്പം കാരണം ബ്രിട്ടീഷേഴ്സിന്റെ അന്നത്തെ ഒരു ബഫർ സോൺ അല്ലെങ്കിൽ ബഫർ സ്റ്റേറ്റ്, ഇതൊക്കെ ശ്രീ സേനാപതി വേണുജിക്ക് അറിയാമായിരിക്കും അതിനെക്കുറിച്ച്. അതായത് എങ്ങനെയാണ് ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തത് ബ്രിട്ടീഷേഴ്സ്, റഷ്യ ഇങ്ങോട്ട് വരരുതെന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കശ്മീർ. അപ്പം അവിടെ വെച്ചിട്ട് 1947 പാകിസ്ഥാന്റെ റെയ്ഡേഴ്സ് വന്ന് ഈ ബാരമുല്ല, ഇന്ന് ഇപ്പൊ ബാരമുല്ലയിൽ ഇലക്ഷൻ നാളെ നടക്കാൻ പോയാണ്, ആ ബാരമുല്ലയിൽ ഊരി വഴി ബാരമുല്ലയിൽ വന്ന് അവിടെ വലിയ രീതിയിലുള്ള ക്രൂരത കാണിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇന്ന് കശ്മീർ നമ്മുടെ ഭാഗമായി ഇരിക്കുന്നത്. കാരണം ആ ക്രൂരത അവിടുത്തെ പാറമുള്ളിലെ ചർച്ചിലെ പള്ളിയിലെ പോയാൽ ഇപ്പോഴും അതിന്റെ റിമൈൻസ് ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സിനെ റേപ്പ് ചെയ്തതും അവിടുത്തെ ബാക്കിയുള്ളവരെ നശിപ്പിച്ചതും ഒക്കെ. അങ്ങനെ 2 ദിവസം അവരവിടെ ഈ എന്താ പറയുക, അവിടുത്തെ ആ ഒരു ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ 2 ദിവസം അവിടെ താമസിച്ചു. അതുപോലെ തന്നെ അവിടെ ഒരു മക്ബൂൽ ഷേർവാനി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ബാരമുള്ളയിൽ. അദ്ദേഹം ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളെ വഴിതെറ്റിച്ച് ഗുൽമർഗിലോട്ട് വിട്ടു. ശ്രീനഗറിന്റെ പകരമായിട്ട് ഗുൽമർഗിലോട്ട് വിട്ടുകൊണ്ട് വീണ്ടും അവർ 1-2 ദിവസം അവർ താമസിച്ചു. തിരിച്ചു വന്ന് അതേ മക്ബൂൽ ഷേർവാനിയെ ബാരമുള്ള വെച്ചിട്ട് തൂക്കിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ 2 ദിവസം താമസം കാരണം ഭാരതീയ സൈന്യം ആദ്യമായിട്ട് അവിടെ ശ്രീനഗറിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ലാൻഡ് ചെയ്ത് കണ്ട് മാത്രമാണ് പിന്നീട് മേജർ സോമനാഥ് ശർമ്മ അദ്ദേഹത്തിന് പരംവീർ ചക്ര കിട്ടിയ ആ ഒരു ബാറ്റിലൊക്കെ നടന്നിട്ടാണ് അവിടുന്ന് തിരിച്ച് ആർമി അടിച്ചടിച്ചാണ് ഊറിയിലേക്ക് കൊണ്ടുപോയതും ഊരിയിൽ നിന്ന് അവർ മുന്നോട്ട് പോകാതെ ഒരു സീസ് ഫയർ ലൈൻ ആയിട്ട് അവിടെ മാറുകയും അത് പിൻകാലത്ത് അതൊരു ലൈൻ ഓഫ് കൺട്രോൾ ആയി മാറുകയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ 1947 ഷെയ്ഖ് അബ്ദുള്ളയും പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് നെഹ്റുവും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതായത് ഷെയ്ഖ് അബ്ദുള്ളയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ജനത്തെ അടുത്ത് കശ്മീരീസിന്റെ അടുത്ത് പിടിച്ചു നിർത്താം. കശ്മീരി മുസ്ലിംസ് പാകിസ്ഥാനിലോട്ട് പോകാൻ എടുക്കുന്നത് പഞ്ചാബി മുസ്ലിംസ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ പല പല, അതായത് ജിന്നയുടെ കൂടെ ഷേഖ് അബ്ദുള്ളക്ക് യാതൊരു ഒരു രീതിയിലുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനായിട്ട് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് യാതൊരു യോജിപ്പില്ലായിരുന്നു. മറിച്ച് പണ്ഡിറ്റ് നെഹ്റുവായിട്ട് നല്ല യോജിപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ വരണമെങ്കിൽ എന്ത് പ്രൊവിഷൻ ആണ് വരുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ആർട്ടിക്കിൾ 370 കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു ടെമ്പററി പ്രൊവിഷൻ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് കാലം പോയി നോക്കൂ, അതേ പണ്ഡിറ്റ് നെഹ്റു തന്നെ ഷേഖ് അബ്ദുള്ളയെ ജയിലിൽ ഇടേണ്ട ഒരു അവസ്ഥ വരെ വന്നു. അപ്പം പിന്നെയും കാലം മാറി മാറി വന്നു. അദ്ദേഹത്തിന്റെ അടുത്ത മകൻ ഫാറൂഖ് അബ്ദുള്ള വന്നു. ഫാറൂഖ് അബ്ദുള്ള കുറെ നാൾ ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമർ അബ്ദുള്ള വന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ വന്നപ്പോഴും 1987 എലക്ഷൻസ്, അത് നമ്മൾ ആരും മറക്കാൻ പാടില്ല. 1987 എലക്ഷൻസിന് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ പോലും എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് ശരിയായുള്ള രീതിയിൽ അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ 1987 എലക്ഷൻസ് കഴിഞ്ഞിട്ടാണ് 89 ഈ ഒരു തീവ്രവാദം ഇത്രയും ഹൈ ലെവലിൽ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മൾ ചരിത്രം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകളുടെ കയ്യിൽ ധാരാളം മിസ്റ്റേക്സ് ഉണ്ട്. അത് ഒരാളുടെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ അതാരും മനഃപൂർവ്വം ചെയ്തതാണ് വസ്തുത. ഈ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പല പോരായ്മകളുണ്ട്. അതിനെ തിരുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ജസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്യാം സുരേഷ്. അപ്പൊ അങ്ങനെ ഒരു ജനത മൊത്തവും അവർ ഈ ഇതിന്റെ ആദ്യം ഒരു പ്രശ്നം, അത് കഴിഞ്ഞിട്ട് പിന്നെ തീവ്രവാദം, അത് കഴിഞ്ഞിട്ട് ഇപ്പാണ് അവർ സത്യം പറഞ്ഞ ഒരു ലാസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ 370 നമ്മൾ കണ്ടതാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. കഴിഞ്ഞ വർഷം, അതായത് 2023 ജമ്മു കശ്മീരിൽ വന്ന ടൂറിസ്റ്റിന്റെ എണ്ണം 2.11 കോടിയാണ്. അപ്പൊ 2.11 കോടി ടൂറിസ്റ്റുകൾ ഈ 77 വർഷത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വന്ന ടൂറിസ്റ്റാണ്. അപ്പൊ ഒരു ടൂറിസ്റ്റ്, അതിനകത്ത് ഏകദേശം 50,000 ആളുകൾ വിദേശത്ത് നിന്ന് വന്നവരാണ്. അപ്പൊ ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് സുരക്ഷ വേണം. ആ സ്ഥലത്ത് വരാനുള്ള അവരുടെ എന്തെങ്കിലും ഒരു നല്ലൊരു ആഗ്രഹം അല്ലെങ്കിൽ അവിടെ നല്ലതായിട്ട് എന്തെങ്കിലും നടക്കുന്നു എന്നുള്ളത് കാണും. അപ്പൊ ആ ഒരു ഡാറ്റ വെച്ച് മാത്രം നമുക്കറിയാം കാര്യം മാറിയിട്ടുണ്ട്. ആളുകളെ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ മാറ്റം വന്നിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. യെസ്, അത് തന്നെയാണ് യാഥാർത്ഥ്യം.